ಹಾಯ್ ಎಲ್ಲರಿಗೂ ನನ್ನ ಚಾನಲ್ಗೆ ಮತ್ತೆ ಸ್ವಾಗತ. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടോ ഞാൻ എവിടെയാണ്. ഞാനിപ്പോഴുള്ളത് ബാംഗ്ലൂരു. അപ്പൊ ഞാനിപ്പോ മൈസൂർ വഴി ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. 2-3 ദിവസം ഇവിടെ ചെല്ലാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ട് പരിചയം ഉണ്ടാവും. ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. Arvin, meet Mr. Arvin, Divya, Vijay and Vijay Ramdas, yes, and the one and only PK Ramdas. Meet Mr. Ranganan. കന്നഡയിൽ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫിക്സ് പ്ലാൻ ഒന്നും ഇല്ല. എവിടെയെങ്കിലൊക്കെ പോവും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ എന്തൊക്കെയാ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരും. ഈ കാണുന്ന ബസ് ഉണ്ട്, ഇതാണ് അംബാരി ബസ്. ഇത് നമുക്ക് ആക്ച്വലി എന്താ പറയുക, കയറി കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ സിറ്റിയുടെ മനോഹാരിതയും പച്ചപ്പും ഊഷ്മളതയും സിറ്റി ലൈഫ് എല്ലാം കാണാൻ പറ്റുന്ന ഒരു ബസ്സാണ്. ഇതിന്റെ മുകളിൽ കയറി നമുക്ക് ഇരുന്നെല്ലാം കാണാം. പക്ഷെ ഇപ്പൊ കയറിയ അത്ര അങ്ങോട്ട് ശരിയാവില്ല. അതുകൊണ്ട് വൈകുന്നേരം ഞങ്ങൾ അതിൽ പോവാമെന്നാണ് വിചാരിക്കുന്നത്. മുകളിലിരുന്ന് പോവാം. ഇപ്പോൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ മേഘ്ന ബിരിയാണി നിർബന്ധമാണല്ലോ. അപ്പം നമ്മളിപ്പോൾ മേഘ്ന ബിരിയാണി മേഘ്ന ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ആർ യു എക്സൈറ്റഡ്? നോ, താങ്ക് യു. ഓക്കെ. ഈ മേഘ്ന ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഞാൻ മുന്നേയും ബാംഗ്ലൂർ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും ഈ സ്പൈസി ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണ്. എനിക്കിഷ്ടമാണ്. ടേസ്റ്റിന് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഉത്സു ഇന്ന് വിജയേട്ടനോട് മാമാപാസം വന്നിരിക്കുകയാണ്. ഉണ്ണി ഇതാരാ? ആരത്? എന്താ ബാംഗ്ലൂരൊക്കെ കറങ്ങി കാണിക്കണേന് നന്ദി. ഇതെന്താ ഷോലെ കബാബോ? ഷോലെ കബാബാണ് ഇത്. ഷോലെ കബാബ്. ഇത് പൊടിക്കോഴി. ഓക്കെ. എങ്ങനെയുണ്ട് സ്റ്റാർട്ടേഴ്സ്? എങ്ങനെയുണ്ട് ചേച്ചി തൊട്ടിട്ടില്ല. അതിന് മുന്നേ റിവ്യൂ പറഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളി. ഗുഡ്. ശരിക്കും പറയും നന്നായിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യട്ടെ. അതായത് ഒരു നാച്ചുറൽ ടേസ്റ്റ്. അതായത് കൊള്ളാവോ കൊള്ളത്തില്ല. നല്ല ഫ്ലേവർ ഉണ്ടോ? മല്ലിയുടെ ഒക്കെ ഫ്ലേവർ നല്ലോണം കയറി. മേഘന സ്പെഷ്യൽ ബിരിയാണി ഇതാണോ? ഈ വെജ് മഞ്ചൂരിയൻ ബിരിയാണി. പക്ഷെ ഇത് മേളില് മറ്റേ ചാറിട്ട പോലെ എന്താ ഇരിക്കുന്നു? ആ, എന്നെ എന്തോ ചീത്ത കൊടുത്തു. അപ്പോൾ ഇതാണ് മേഘ്ന ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ. ആൻഡ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെജ് മഞ്ചൂരിയൻ ബിരിയാണിയാണ്. എല്ലാവരും ഉച്ചയ്ക്കും വെജ് ബിരിയാണി ഫ്രം മേഘ്ന ബിരിയാണി. ഉറക്കെ പറയാം. അല്ല, എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് വെജ് ബിരിയാണി ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ ലോകത്ത് വെജ് ബിരിയാണി കഴിക്കുന്ന ഒരേ ഒരു സ്ഥലം മേഘ്ന ബിരിയാണി, വെജ് മഞ്ചൂരിയൻ ബിരിയാണി. ആളുകൾ ചോദിക്കുന്നു അതിന് ഞങ്ങൾ എന്ത് വേണം? എന്തെങ്കിലും കഴിക്കും. സോറി പറഞ്ഞു. ഇല്ല, പറ. റിവ്യൂ മേഘ്ന ബിരിയാണി. മറ്റേ റിവ്യൂസ് പറയുന്ന പോലെ അല്ല. ചപ്പാത്തി വേണോ? Do you want ചപ്പാത്തി? അപ്പോൾ നമ്മള് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇനി പോകാൻ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ്.
ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഇനി അവിടെ പോയി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങളോടും പറയാം നിങ്ങളും പോകണ്ടെന്ന്. ഓക്കെ, പോണെങ്കിലും പറയാം പോവാം അല്ലേ? ഓക്കെ, ബൈ ബൈ. ചർച്ച് സ്ട്രീറ്റിൽ വന്നു. അപ്പോൾ യൂണിസോൾ അങ്ങനെ തോന്നുന്നുണ്ട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. അപ്പം അങ്ങോട്ട് പോവാണ്. ഓക്കെ, ദിസു അങ്ങനെ വിജയേട്ടൻ്റെ തോളത്ത് കയറിയിരിക്കുകയാണ്. തേസേട്ടന് ഞാനും രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. വിഷപ്റ്റ് ഒരു മനസ്സുകാരെ. പിന്നെ നമ്മൾ ബാങ്കിൽ ബാലൻസ് നോക്കുമ്പോഴൊക്കെ എന്നാലും ഒരു സന്തോഷം. ജീവിതം നല്ലേ ഉള്ളൂ, എന്തൊക്കെ പറയാം. പർച്ചേസ് ഈ കാണുന്ന ബ്ലോസം ബുക്ക് ഹൗസിൽ നിന്ന് ടോട്ട് ബാഗാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവർക്ക് നല്ല രസമുണ്ടായാലും എനിക്ക് ഈ സ്നൂപ്പിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചി ഇതാ ഈ ക്യാറ്റ് മേടിച്ചു. ക്യാറ്റ് ചർച്ച് സ്ട്രീറ്റിലൊരു ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു ഫൺ സാധനമാണ്. റിട്രോ എക്സ്പ്രസ് ഫോട്ടോ ബൂത്ത് എന്ന പേര്. സോ ഇവർ ഈ ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജ് പോലെ ആക്കി തരും. ഒരു ഫൺ ആക്ടിവിറ്റി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ദ പാരഗണിൽ പോയിട്ട് ഇവർക്ക് ചായ കുടിക്കാൻ. അണ്ണാ, രംഗണ്ണ, നിങ്ങളുടെ കുളന്ത ഇതേ പോണു. വിളിച്ചു ഏതാ വേണ്ട? കിയ സെൽറ്റോസോ അതൊന്നും ഉണ്ടാവോ? നോർമൽ കാർസ് എന്താ പറയാനുള്ള? അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു ചർച്ച് സ്ട്രീറ്റിലെ. ഇനി വി ആർ ഗോയിങ് സ്ട്രേറ്റ് ടു എന്താ അതിന്റെ പേര്? മോൾ ഓഫ് ഏഷ്യ. മോൾ ഓഫ് ഏഷ്യ. ഓക്കെ, താങ്ക് യു. മോത്തിക്ക് വെയിലടിക്കും. ആ, മുകളിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നു. എവിടെ? മുകളിൽ, കഴുത്തിന് മുകളിൽ. ഒരു ഫോട്ടോ എടുത്തു തരുമോ? അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ പോവാണ് മോൾ ഓഫ് ഏഷ്യ. ഈ സൈഡിൽ മൊത്തം ഈ ചാൻസ് ആൾക്കാർ. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് UB സിറ്റി മോളിൽ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അയ്യോ, ഇത്ര വൈബുള്ളൊരു മോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ നിൽക്കുന്ന പെർട്ടിക്കുലർ ഏരിയ ഗുൽസൂന് അങ്ങോട്ട് ആർമാദിക്കാൻ പറ്റിയ ഏരിയ ആണ്. വണ്ടികൾ വരുന്നുള്ള ടെൻഷനില്ല, ഭയങ്കര നീറ്റാണ്. കുറേ കുട്ടികൾ ഓൾറെഡി അവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞി ഫൗണ്ടൻ ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നമുക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അത് കേട്ടോ. ബിക്കോസ് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചെറിയ, അവിടെ എല്ലാം ബ്രൂവറി പോലത്തെ സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ചെറിയൊരു പബ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് നല്ല ഇന്ത്യൻ മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കേട്ട് അവിടെ ചില്ല് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സോൾട്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിച്ചു. പ്രിറ്റി ഡീസൻറ്റ് ഫുഡായിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യനാണ്. ഞങ്ങൾ എന്തൊക്കെയോ ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ അങ്ങനത്തെ ഇതാണ് ട്രൈ ചെയ്തത്. വേറൊന്നും കഴിക്കാനുള്ളൊരു വയറുണ്ടായിരുന്നില്ല. ഞാൻ പനീർ ബട്ടർ മസാല, അങ്ങനെ ഗുൽസൂന് പനീർ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പനീർ ബട്ടർ മസാലയൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ UB സിറ്റി മോൾ എൻജോയ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ തെരാ പര ബാംഗ്ലൂർ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുറച്ച് സ്റ്റൈൽ കൂടി പോയി, വേണ്ടിന്നൊക്കെ പോയി. ബൈ ദ വേ എനിക്ക് കോൾഡാണ്, അതുകൊണ്ടാണ് മൂക്കടഞ്ഞിരിക്കുന്നത്. സോ വിജയേട്ടൻ പാവൻ ഞങ്ങളെ ഹോൾ ബാംഗ്ലൂർ കാറിൽ രാവിലെ തൊട്ടിങ്ങനെ കറക്കി കാണിച്ചു കേട്ടോ. മൊത്തം ഞങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങി. പിന്നെ ഞങ്ങൾ ഹോൾ ഇൻ ദ വാൾ എന്ന് പറഞ്ഞ, ഞാൻ ബാംഗ്ലൂർ വന്ന ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് തേസായിട്ട് മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോൾ ഇൻ ദ വാളിൽ വന്നതാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ബ്രഞ്ചായിട്ട് വരണം കേട്ടോ. ഞങ്ങൾ പക്ഷേ ബ്രഞ്ച് പോയിട്ട്
എന്താ പറയുക, പക്ക ലഞ്ച് ടൈമിനാണ് ഞങ്ങൾ എത്തിയത്. ഇവിടുത്തെ ഓംലെറ്റാണ് മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ എനിക്കിഷ്ടം ഈ ട്രിപ്പിൾ ചോക്ലേറ്റ് പാൻ കേക്ക്, ഒരു രക്ഷയില്ല. ചോക്ലേറ്റ് ലവറാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു ബീഫ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടിട്ടുള്ള എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ പേര് ഓർക്കുന്നില്ല, അതും ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കാറിൽ കുറേ കറങ്ങിയിട്ടോ. ഇത് രാത്രിയാണ് ഇപ്പം ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യയിൽ എത്തിയത്. അതിന് മുന്നേ ഞങ്ങൾ ഫുൾ കാറിൽ ഇങ്ങനെ ഹോൾ ബാംഗ്ലൂർ വെറുതെ കോർമാംഗ്ല, ജയനഗർ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വെറുതെ എയർപോർട്ടിൽ പോയി. അങ്ങനെ ഫുൾ കാറിൽ ഞങ്ങൾ റോഡ് ട്രിപ്പാണല്ലോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ കാറിലിരുന്ന് ഞങ്ങൾ മൊത്തം ബാംഗ്ലൂർ ചുറ്റി. പിന്നെ ഞങ്ങൾ ആദ്യം ഒരു കോഫി കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അവിടെയുള്ള കറക്കം. എനിക്ക് ടിം ഹോട്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ഫ്രഞ്ച് വാനില ക്യാപ്പുച്ചിനോ. സ്റ്റാർബക്സ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, അത് വെറുതെ ഓവർ ഹൈപ്ഡ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. യെസ്, എന്നിട്ട് പിന്നെ എനിക്ക് തേസേടൻ ചെറുതായിട്ടൊരു ഷൂ ഒക്കെ മേടിച്ച് തന്നു, അല്ലെങ്കിൽ ചോദിച്ച് മേടിച്ചു എന്നും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. എന്നിട്ട് പകുതി ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല. ഇത് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുന്ന സീനാണിത്. പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കുറേ ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. How was Bangalore trip? Oh, it was amazing. Amazing. Did you enjoy? Yes, I enjoyed too much. Too much? Yeah. How was the stay with Chichi and Vijayatan? It was warm, welcoming, and wonderful. Nice ആയിരുന്നു. Yes. നമ്മൾ ദിവസം പോയതറിഞ്ഞില്ല അത് ശരി. അല്ലേ? ദിവസം പോയതറിഞ്ഞില്ല. ചിലപ്പോ അവരറിഞ്ഞിണ്ടാവും ഞങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിട്ട്. അതെ കുറച്ചുകൂടെ നിന്ന് തിവേച്ചി ടേസ്റ്റ് കൊണ്ട് അരിമ വാട്ടിയത്. ഇന്ന് പോകുന്നില്ലേ? ഇല്ല കേട്ടോ, അത് പറഞ്ഞാണ്. നമ്മുടെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. മൊത്തം നമ്മൾ കുറച്ച് ദിവസങ്ങളെങ്കിലും മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ ദിസ് വാസ് അവർ മൈസൂർ ബാംഗ്ലൂർ ട്രിപ്പ്. അപ്പോൾ കണ്ടേന് എല്ലാവർക്കും താങ്ക് യു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിലപ്പോൾ ബൈ.